എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മേക്ക് ഓവർ വീഡിയോ ആണ്. മേക്ക് ഓവർ എന്ന് പറയുമ്പം എൻ്റെ മോളുടെ മുടി ഞങ്ങളാണെങ്കിൽ ഒന്ന് വെട്ടി, മോളുടെ മുടി ഇങ്ങനെ റൗണ്ട് കട്ടായിട്ടാണ് ചെയ്ത് വെച്ചത്. മോക്കാണെങ്കിൽ ഈ ചെവിയുടെ അവിടെ ആ ഒരു ഒപ്പം നിന്നിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് മുടി വെട്ടുന്നതാണ് അവൾക്ക് താല്പര്യം. ഞാനാണെങ്കിൽ സ്റ്റെപ്പ് കട്ടാണ് ചെയ്തത്. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടാത്തൊരു വീഡിയോ ആയിരിക്കും. കാരണം മുടി വെട്ടുന്നതിനോട് പ്രത്യേകിച്ച് അമ്മമാർക്കൊക്കെ ആണെങ്കിൽ ഒട്ടും താല്പര്യം കാണത്തില്ലായിരിക്കും. പക്ഷേ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വെട്ടാറുണ്ട്. മോളുടെ ആണെങ്കിൽ പ്രത്യേകിച്ച് അവളുടെ മുടി ഇങ്ങനെ വെട്ടി വിടാറുണ്ട്. കാരണം അവൾക്കാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല മുടി ഇങ്ങനെ വളർത്തി വരുന്നത്. അവളെക്കാട്ടി ഒട്ടും ഇഷ്ടമല്ല. അവിടെ പപ്പായിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല ഇങ്ങനെ മുടി ഇങ്ങനെ ഉള്ളതിങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ അവളാണെങ്കിൽ എപ്പോഴും അവളുടെ കംഫോർട്ട് പറയുന്നത് മുടിയില്ലായിരിക്കുന്നതാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ അവളുടെ മുടി വളർന്നു വരുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ വെട്ടി വിടാറുണ്ട്. അപ്പോൾ ആ ചേച്ചി തന്നെ ചോദിക്കുകയാണ് എത്രയാണ് എന്നോട് വെട്ടേണ്ടതെന്ന് ചോദിക്കും. ഞാനാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ് എത്രയാണ് വെട്ടിക്കളയേണ്ടതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല മോളുടെ ആണെങ്കിൽ മുടിക്ക് നല്ല തിക്കായിട്ടുള്ള മുടിയാണ്, നല്ല മുടിയായിരുന്നു അവളുടെ. അപ്പം എനിക്കൊരു ഇഷ്ടമുണ്ടായിരുന്നു ഞങ്ങളുടെ മുടിയാണെങ്കിൽ ഇങ്ങനെ ഹെയർ ഡൊണേഷൻ ചെയ്യണമെന്ന് ഞാൻ അവരോട് ചോദിച്ചായിരുന്നു. പക്ഷേ അവർക്കാണെങ്കിൽ അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടൊന്നും അറിയില്ലായിരുന്നു. അത് കാരണം കൊണ്ട് പിന്നെ ആ ഒരു തീരുമാനം അങ്ങ് മാറ്റി. അങ്ങനെ പിന്നെ മുടിയൊക്കെ തന്നെ വെട്ടി. പക്ഷേ ഇത് വെട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേന് അവൾക്കാണെങ്കിൽ കുറച്ചുകൂടെ മുടി വെട്ടണമെന്ന് പറഞ്ഞിട്ട് അവളും അവളുടെ പപ്പായും കൂടെ ആണെങ്കിൽ കുറച്ചുകൂടെ മുടിയാണെങ്കിൽ ചെവിയുടെ അവിടെ വെച്ചിട്ട് മുടിയാണെങ്കിൽ മുറിച്ചു. പക്ഷേ ഇത് കുറച്ച് നേരത്തെ എടുത്ത വീഡിയോ ആണ്. ഇപ്പം മുടി വീണ്ടും വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ ആണെങ്കിലും മുടി ഇപ്പം വെട്ടിയതിനെക്കാട്ടി വളർന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ അവളുടെ മുടിയെല്ലാം വെട്ടി. അപ്പോൾ ഈ ഒരു അവളുടെ ഒരു മേക്ക് ഓവർ ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇത് മുടി വെട്ടുന്ന ഇഷ്ടമല്ലാത്ത അമ്മമാരും ചേച്ചിമാരും എല്ലാവരും ഒന്ന് ക്ഷമിച്ച് കളഞ്ഞു തരും കേട്ടോ. പെട്ടെന്ന് തന്നെ മുടി വളരും, അത് കാരണം കൊണ്ടാണ് വെട്ടിയത് കേട്ടോ. അപ്പോൾ ഏഞ്ചുവിൻ്റെ മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് ഇതാണ് ഏഞ്ചുവിൻ്റെ ഔട്ട്ഫിറ്റ്. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ എൻ്റെ പിന്നെ മുടിയാണെങ്കിൽ ഞാൻ സ്റ്റെപ്പ് കട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പം ആ ചേച്ചിക്കാണെങ്കിൽ എൻ്റെ മുടി ഇത്രയും നീളം ഉള്ളത് കൊണ്ട് ഇത്രയും മുറിക്കണോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. ഞാനിങ്ങനെ കഴിഞ്ഞ 2 വർഷത്തിന് മുന്നേ ഞാൻ ഇങ്ങനെ സെയിം സ്റ്റെപ്പ് കട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വീണ്ടും എൻ്റെ മുടി ഇങ്ങനെ കിളിച്ച് ഇങ്ങനെ വളർന്നു വന്നോളും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പറഞ്ഞു മുറിച്ചേക്കാൻ. പക്ഷേ എനിക്ക് മുറിച്ച് കഴിഞ്ഞപ്പം ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് ഫസ്റ്റ് നമ്മളിങ്ങനെ കട്ട് ചെയ്തപ്പോൾ ഒരു വിഷമമൊക്കെ തോന്നിയായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ സാറ്റിസ്ഫൈഡ് ആയിട്ടോ. അത് മുറിച്ച് കളഞ്ഞത് ഞാൻ ഓക്കെയാണ്. കാരണം നമുക്കാണെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പുറത്തൊക്കെ പോകണമെങ്കിൽ തന്നെ ആണെങ്കിലും നമുക്ക് ജസ്റ്റ് മുടിയൊന്ന് ചീവിയിട്ടിട്ട് പോയച്ചാൽ മതി. അതിന് വേണ്ടി പ്രത്യേകം ഒത്തിരി സമയങ്ങളൊന്നും ചിലവാക്കേണ്ടി വരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല ഒത്തിരി എൻ്റെ മുടി കൊഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം കൊഴിഞ്ഞു പോകാനായിട്ട് ഒരുപാട് നീളമുള്ള മുടികളൊന്നും ഇല്ലല്ലോ ഇപ്പം. പക്ഷേ ഉള്ള മുടി നന്നായിട്ട് കിടക്കുന്നുണ്ട്. അതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ എനിക്ക് അത് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത്രയും നീളമുള്ള മുടിയൊക്കെ ആണെങ്കിൽ മുറിച്ച് കളയുമ്പം നമ്മുടെ അമ്മമാർക്കും അതുപോലെ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഒക്കെ മുടി ഇഷ്ടമുള്ളവർക്ക് ഒത്തിരി ദേഷ്യം തോന്നുമായിരിക്കും. നിങ്ങൾ ദേഷ്യപ്പെടരുതേ, പിണങ്ങരുത്. അപ്പം ഇങ്ങനെ വീണ്ടും വളർന്നു വരുന്നത് കൊണ്ട് മാത്രമാണ് ഇത് മുറിച്ച് കളയുന്നത്. എനിക്കിത് മുറിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല എനിക്ക് വിഷമം ഉണ്ടായിരുന്നു.
പക്ഷേ ഇപ്പം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ നമുക്ക് ഒരു ജീവിതമല്ലേ ഉള്ളൂ. ആ സമയത്ത് നമുക്കിഷ്ടമുണ്ടെങ്കിൽ ഇപ്പം മുടിയൊക്കെ ആണെങ്കിൽ ഒന്ന് മുറിച്ച് കളയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, നമുക്കങ്ങനെ ചെയ്യാം. മറ്റുള്ളവർക്ക് നമ്മൾ ദോഷകരമായിട്ടൊന്നും ചെയ്യാൻ ആവുന്നില്ലല്ലോ നമ്മൾ ഈ മുടി മുറിച്ച് കളയുന്നത് കൊണ്ട്. അപ്പോൾ നമുക്കത് ചെയ്യാം. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ഈ മുടി മുറിച്ച് കഴിഞ്ഞെന്ന് മമ്മിയോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു, 2 പേര് എന്നെയും മോളെ വീട്ടിൽ കയറ്റത്തില്ല, ഉള്ള മുടി കൂടെ ഞാൻ കത്തിച്ച് കളയുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട്. പക്ഷേ ഇപ്പം ഇത് ഞങ്ങൾ മുറിച്ച് കളഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ടുണ്ട്. അപ്പോൾ അതിൽ വെച്ച് ഇപ്പം ഞങ്ങളുടെ മുടി വീണ്ടും വളർന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വളരും എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് മുറിച്ചത്. പക്ഷേ ഞാൻ ഇനി ഇങ്ങനെ ഈ ഒരു ഇതിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഇടാനാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ലാസ്റ്റ് അതിൻ്റെ ഔട്ട്ഫിറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് മുടി ഉള്ളതായിരുന്നു അതോ മുടി ഇങ്ങനെ മുറിച്ചിടുന്നതാണ് നല്ലതാണെന്ന് നിങ്ങൾ പറയണം കേട്ടോ. ഇതാണ് ലാസ്റ്റ് മുടിയൊക്കെ മുറിച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള ലാസ്റ്റ് മേക്ക് ഓവർ. അപ്പോൾ ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയാണ് കപ്പലിൻ്റെ ഇതുപോലെ ഇങ്ങനെ കുമ്പിൾ കുത്തി നമ്മൾ നാട്ടിലൊക്കെ നമുക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇങ്ങനെ ഒരാളിങ്ങനെ കൊണ്ട് നല്ലത് വിൽക്കാറുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങളതൊക്കെ മേടിച്ചു. ഏവലാണെങ്കിൽ എവിടെ പോയെന്ന് പറഞ്ഞാൽ അവന് ട്രോളി ഉന്തിക്കൊണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ഷോപ്പിൽ കയറിയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ട്രോളി എടുത്തു കഴിഞ്ഞാൽ അവൻ സെപ്പറേറ്റ് ഒരെണ്ണം എടുക്കും. അങ്ങനെയാണ് അവൻ്റേത്. അപ്പോൾ അവനതൊക്കെ ഉന്തിക്കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കപ്പലിൻ്റെയൊക്കെ കുറച്ച് ഞങ്ങളിങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോവാണ്. ഇതാണ് ആ ബ്യൂട്ടി പാർലർ, അൽ അമീറ എന്ന് പറഞ്ഞൊരു ബ്യൂട്ടി പാർലറാണ് കേട്ടോ. താങ്ക് യു.